ഇത് നമ്മുടെ ബീറ്റിലെ ആട്ടിൻകുട്ടിയാണ്. പിന്നെ നല്ല അടിപൊളി ഒരു ക്രോസ് ബ്രീഡ് കുട്ടിയുണ്ട്. ഇത് രണ്ടും ഒറ്റ ദിവസം ഉണ്ടായതാണ്, 16 ദിവസമാണ്. ഇതുണ്ടായി കഴിഞ്ഞിട്ടുണ്ടായ കുട്ടികളാണ് മറ്റു കുട്ടികൾ. ഇതവണ നമുക്ക് ആകെ 5 ആട് പ്രസവിച്ചിട്ട് 7 കുട്ടികളെ കിട്ടിയുള്ളൂ. കാരണം ഫസ്റ്റത്തെ പ്രസവമാണ്. ഫസ്റ്റത്തെ പ്രസവമായതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു. നല്ല അടിപൊളി ഉഷാറുള്ള കുട്ടികളാണ്. ഈ ഒരു കുട്ടി ഒരു ഇത്തിരി വീക്കാറും ഇതാ പുള്ളി കളറുള്ള കുട്ടി. നമ്മളെന്താ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടായ അന്ന് തൊട്ടിട്ട് സിൻഗോവിറ്റ് മൾട്ടിവിറ്റാമിൻ സിറപ്പ് കൊടുക്കും. കോഴി കൂട്ടിലേക്ക് പറന്ന് കയറിയിട്ട് എടുക്കുക. ഇതാ ഈ നേരത്തെ പറഞ്ഞ ബീറ്റിലിൻ്റെ അമ്മാടാണ് വരുന്നത്. അമ്മാട് ഇതാ വന്നു, അവള് വെള്ളം കുടിക്കുകയാണ്. ഇതൊക്കെ ക്രോസ് ബ്രീഡുകളാണ്, നല്ല ആടുകളാണ്, വലിയ കുഴപ്പമില്ല. എൻ്റെ അമ്മ ഒരു നാടനാടാണ്. നാടനാട് ബീറ്റിൽ ക്രോസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള കുട്ടികളാണ്. നല്ല ഗ്രൗത്തുള്ളൊരു കുട്ടികളാണ്. ആകെ 6 മാസമായിട്ടുള്ളൂ. 6 അല്ല 7 മാസമായിട്ടുള്ളൂ. പിന്നെ ഉണ്ടായിട്ടുള്ള കുട്ടികളാണ് ഈ കുട്ടി. ഈ കുട്ടി ചെറിയൊരു ക്രോസ് ഉണ്ട്, ബീറ്റിലിൻ്റെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കണ്ണ് നല്ല വെള്ളിക്കണ്ണാണ്. ഡബിൾ ഉഷാറുള്ള കുട്ടിയാണ്. താട നല്ല ഇറക്കമുള്ള നല്ലൊരു ഫീമെയിൽ ആട്ടുകുട്ടിയാണ്. എന്താ നമ്മുടെ നാടനിൽ ക്രോസ് ഒക്കെ ചെറിയ ക്രോസുള്ള ആടുകളാണ്. തനി നാടൻ ഒന്നും എൻ്റെ കയ്യിലില്ല. അതിൻ്റെ കുട്ടികളാണ് ഉള്ളതിൽ ഏറ്റവും ചെറിയ കുട്ടികൾ ഇവരാണ്. ഇവരുടെ അമ്മയ്ക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അകിട് വീക്കം വന്ന് പാലൊന്നും കുടിക്കാൻ പറ്റാണ്ട് നിന്നറിഞ്ഞ ആട്ടിൻകുട്ടികളാണ്. എന്നിട്ട് ഒരകിടിൽ പാലുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് കുടിപ്പിച്ചു. പിന്നെ അകിട് വീക്കത്തിന് മരുന്നൊക്കെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി 3 ദിവസം കൊടുത്തു. ഇതായിട്ടുള്ള ഓടി പോവുക. ഇവിടെ വരൂ, അങ്ങടെ പോണേ, ഇവിടെ വരൂ. ഇവര് അപ്പുറത്തെ പറമ്പിലേക്ക് ചിലപ്പോൾ ഓടിക്കയറി. അതുകൊണ്ട് ഒരു ഒന്ന് ഓടിക്കുന്നേ ശരിയാവില്ല. ഇവിടെ പോയേ, പ്രദീപ് പോയേ. അടിപൊളി. ഇനിയിപ്പോൾ ഒരു പുല്ല് തിന്ന സമയം, നല്ല സമയം 6, 6:30 പെട്ടെന്ന് തിന്ന് കയറാനുള്ള ധൃതിയാണ് കാണിക്കുന്നത്. ഇവരൊക്കെ വെറുതെ വിട്ടിട്ടുണ്ട് പുല്ല് തിന്ന് ശീലിക്കാൻ. പക്ഷെ ഇപ്പോൾ വിടണ അത്ര നല്ലതൊന്നുമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മണ്ണൊക്കെ തിന്ന് ഇവർക്ക് പിന്നെ വരടെ മരുന്ന് കുറേശ്ശെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുട്ടി ഭയങ്കര വീക്കായിരുന്നു. പാല് കുടിക്കാൻ എൻ്റെ അമ്മയ്ക്ക് അകിട് കുറവായിരുന്നു. ഫസ്റ്റ് ഹീറ്റിൽ തന്നെ ക്രോസ് ചെയ്ത കാരണം അകിട് ഒരിത്തിരി കുറവായിരുന്നു. അപ്പോൾ പാല് കുടിക്കാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ ഞാനിവിടെ ഉണ്ടാകുമ്പോൾ എൻ്റെ ആട്ടിൻകുട്ടികൾ ഒരു ഇതൊക്കെ രക്ഷപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആട്ടിൻകുട്ടികൾക്ക് ഉണ്ടായി കഴിയുമ്പോൾ തന്നെ ഞാൻ മറ്റേ മൾട്ടിവിറ്റാമിനായ സിൻഗോവിറ്റ് സിറപ്പും ഗ്രോവി പ്ലസ് സിറപ്പും ഒരു 5 തുള്ളി വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മൾട്ടിവിറ്റാമിൻ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആരോഗ്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുട്ടികൾ ഒരുവിധം രക്ഷപ്പെടാറുണ്ട്. അങ്ങനെ ഇത്തവണ ഒന്നും ഇതായിട്ടില്ല. ഡെലിവറിയിലൊരു കുട്ടി ഈ ആട്ടിൻകുട്ടികൾ, ആ ചെറിയ ആട്ടിൻകുട്ടികൾ ഞാൻ ആദ്യം കാണിച്ചത് തരാം. അവരെ കാണാനില്ലല്ലോ. ഒരു കൂട്ടിലതുണ്ട്, കൂട്ടിലേക്ക് പോയി വേണം. അതാ നിൽക്കണം, ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതാ ഓടി. ഈ ആടിൻ്റെ കുട്ടികളിൽ 3 കുട്ടികളുള്ള പ്രസവമായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ കുട്ടി
ഡെലിവറി കുറേ ടൈമായി. ഞാൻ സാധാരണ ഡെലിവറി ടൈമിൽ ഉറങ്ങാറില്ല, നൈറ്റായിരുന്നു. പക്ഷേ ഈ തവണ ഭയങ്കര ക്ഷീണമൊക്കെ ഉള്ള കാരണം ഞാൻ ഉറങ്ങിപ്പോയി. ആ കുട്ടി ഡെലിവറി ആവാണ്ട് ചത്തുപോയി. എന്നിട്ട് നമ്മൾ അതിനെ കുട്ടീനെ റിമൂവ് ചെയ്യുമായിരുന്നു. നമ്മളുടെ സഹായത്തോടെയാണ് ആ കുട്ടി ഡെലിവറി ആയത്. പിന്നെ രണ്ടാമതുണ്ടായ കുട്ടിയാണ് ഈ കാണുന്നത്. ഇത് നല്ല എന്താ പറയുക, ആക്റ്റീവായിരുന്നു. പാല് കുടിക്കാൻ അകിടുവീക്കം വന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരുടെയാണ്. അപ്പോൾ പാല് 2 ദിവസത്തേക്ക് കുറവായിരുന്നു. പക്ഷേ കുട്ടികൾ നല്ല ആക്റ്റീവ്, ഒരിത്തിരി വലിപ്പം കുറവാണെങ്കിലും ആ കൊളസ്ട്രോളുള്ള പാല് കിട്ടാത്തതിൻ്റെ ക്ഷീണമാണ് അവർക്ക്. അതിൻ്റെ തന്നെ മൂന്നാമതുണ്ടായ കുട്ടീനെ നമ്മൾ നമ്മുടെ സപ്പോർട്ടോടെ ഡെലിവറി ആയത്. അപ്പോൾ അങ്ങനെ ഈ തവണ 7 കുട്ടികളും മൊത്തം കിട്ടി. നമുക്ക് കിട്ടിയ കുട്ടികളൊന്നും പോയിട്ടില്ല, രക്ഷപ്പെട്ട് കിട്ടി, വലിയ കുഴപ്പമില്ല. ഇവനാണ് ഏറ്റവും ഉഷാറുള്ള ഇതിലുണ്ടായത്. ഒരു ക്രോസ് ബ്രീഡ് ആടിൻ്റെ കുട്ടിയാണ്. തള്ള അത്ര വലിപ്പമൊന്നുമില്ല, പക്ഷേ കുട്ടി നല്ല ഉഷാറുള്ള കുട്ടി. ആകെ 16 ദിവസമുള്ളൊരു കുട്ടിയാണ്. വേണ്ട ആ മറ്റേ ബീറ്റിലാട്ടും കുട്ടിയുടെ ഒപ്പം തന്നെയുള്ള ഒരു കുട്ടി. നല്ല നല്ല ഉഷാറാണ്. താടേക്ക് ഇറങ്ങി നല്ല വലിപ്പം വരാവുന്നൊരു കുട്ടിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഇടാ ഇങ്ങോട്ട് നോക്കടാ, ഇടാ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ അങ്ങോട്ടാണ് നോക്കണേ. മിടുക്കനാണ്.